ജീവിതത്തിൽ പെണ്ണോട് സംസാരിച്ചിട്ടില്ലേ? അല്ല, രഞ്ജിത്തിനെ നമ്മൾ ലൈവിലേക്ക് ക്ഷണിച്ചോളുന്നു. രഞ്ജിത വെൽക്കം. നീ എന്ന് സംസാരിച്ചേ. അപ്പോ എന്തൊക്കെയുണ്ട്? അപ്പോ പിന്നെ ഫിലിപ്പിന്റെ രഞ്ജിത്ത് എന്താ? അല്ല സോറി, അല്ല ശരിക്കാരൊന്നും വരെ. ആ ഓക്കെ ഓക്കെ, 5 മിനിറ്റ് കൈ പിടിക്കുക. നോക്ക്. പേരെന്താ? രഞ്ജിത. ഇഷ്ടമുള്ളവര് രഞ്ജി വെറോണിക്കാന്ന് വിളിക്കും. രഞ്ജിത. സ്ഥലം ഇവിടെ എറണാകുളം. ആ, അപ്പൊ രഞ്ജിത വന്നതിന്റെ ശേഷം രഞ്ജിത സ്ഥലം. അപ്പൊ എന്തായി കഴിഞ്ഞാലും വെൽക്കം. എന്റെ ഫസ്റ്റ് ടൈം സ്ട്രീമാണ്. എന്റെ ആദ്യത്തെ ലൈവിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയതിൽ സന്തോഷം. അല്ല ഒന്നുമില്ല, ഇരുന്നിട്ട് സംസാരിക്കാം. ചേച്ചി ഒന്നും വിചാരിക്കരുത്. കാരണം വെച്ചാല് അതായത് ഞാൻ ഒന്നാമത് വെച്ചാല് പിന്നെ ഇങ്ങനെ പെണ്ണുങ്ങളോട് അതല്ല ഇങ്ങനെ സംസാരിക്കലില്ല. അപ്പൊ പിന്നെ അങ്ങനെ അതുകൊണ്ടുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിളിന്റെ പ്രശ്നമാണ്. അപ്പൊ എനിക്കുണ്ട്, അതായത് എങ്ങനെങ്കിലും ഇതൊക്കെ സംസാരിച്ചൊന്ന് ആ ഫേസ് ചെയ്ത് കാര്യങ്ങൾ ഓക്കെ ആക്കണം എന്നുണ്ട്. അപ്പോ അതെങ്ങനെയാ നമ്മളാക്കുക? അത് ഇപ്പൊ എന്നോട് സംസാരിച്ചല്ലോ, ഇനി പയ്യെ കൂടുതലായിട്ട് സംസാരിക്കുമ്പോ ശരിയാവും. അങ്ങനെയാണല്ലോ. അപ്പൊ ഇപ്പൊ കുറച്ച് കൂളായില്ലേ ഇയാള്? കൂളായി. പേരെന്താ പറഞ്ഞ? അല്ല സോറി, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യത്തെ? അപ്പോ എന്ത് തോന്നുന്നു നമ്മള് ലൈവിൽ വന്നിട്ട്? എനിക്കിഷ്ടായി. ആരെ? അല്ല സോറി, ഇത് ലൈവിലത്തെ ആൾക്കാരെന്താ പറയാനുള്ളത്? ഓ, ലൈവിലത്തെ ആൾക്കാര് ഞാൻ പെട്ടെന്ന് ഇയാളെ കണ്ടപ്പോ എനിക്ക് എല്ലാം മറന്നു. എന്നെയാ? എന്തേ അങ്ങനെ പറയല്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഇത്ര ഷൈ ആയിട്ടുള്ളൊരു ആളെ കാണുന്നേ. അപ്പൊ ചെയ്യാൻ പാടില്ല. ഷൈ ആവണല്ലോ. ഇപ്പൊ ഷൈ ആയിട്ടുള്ളവര് ഭയങ്കര കുറവല്ലേ? ഞാൻ ഒന്നാമത് ഞാൻ പൊതുവെ ഇങ്ങനെ ഫസ്റ്റ് ടൈം ഇങ്ങനെ കൈമന്നെ തൊടുന്നത്. ഞാൻ അങ്ങനെ ആരും അങ്ങനെ അങ്ങനല്ല. നമ്മള് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ കിട്ടുന്നില്ല. നമ്മൾ ആരോടും അങ്ങനെ സംസാരിക്കാറ് അങ്ങനെയൊന്നുമില്ല. അപ്പൊ വേറെ എന്താ സ്ഥലം എവിടെയാന്ന് പറഞ്ഞ? ഞാനിവിടെ എറണാകുളമാണ്. എറണാകുളം അല്ലേ? അതെ. അപ്പൊ ലൈവത്തെ ആൾക്കാർ എന്താ പറയാനുള്ളേ? എന്താ പറയാനുള്ളത്? സോറി, ഇതിന്റെ കൊറേ പ്രാവശ്യം പറഞ്ഞോണ്ടെന്നില്ലേ? സോറി. അപ്പൊ എന്തായി കഴിഞ്ഞാലും എന്തെങ്കിലും പറയണം. ഞാൻ ആകെ എന്തോ ആയിട്ടുള്ളത്. നിങ്ങള് പിന്നെ ഇവരോട് പേരെന്തായാലും ഷെയ്യിദാ? അല്ല സോറി, അല്ല സത്യോ രഞ്ജിത. രഞ്ജിതനോട് നിങ്ങൾക്ക് എന്താ ചോദിക്കാണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. ഞാനാകെ എന്തോ എന്താ ചോദ്യം നിങ്ങൾ ചോദിക്കാണ്ട. നിങ്ങൾക്ക് ആരൊന്നും പറയുന്നില്ല. ഫുള്ള് എനിക്ക് തോന്നുന്ന വെച്ചാല് അല്ല, താങ്കളെ ഇഷ്ടപ്പെട്ടോണ്ടാന്ന് തോന്നുന്നു ഫുള്ള് ചിരിന്റെ ഇതൊക്കെ വരുന്നത്. ഇഷ്ടപ്പെട്ടോണ്ടോ? സിഗ്മ ജാസിൻ. എടാ ഞാൻ സിഗ്മ ആയതുകൊണ്ടല്ലേ ഞാൻ ഒന്നാമത് ഇങ്ങനത്തെ പരിപാടി എനിക്ക് എക്സ്പീരിയൻസ് അതല്ല ഇങ്ങനെ ചെയ്ത് പരിചയമല്ല. ഡബ്ല്യു ചേച്ചിന്ന് എന്താ പറയാനുള്ളത്? സ്ക്രിപ്റ്റ് എന്നോ? എടാ ബാക്കി എന്ത് കാര്യം ഞാൻ സ്ക്രിപ്റ്റ് ആക്കോ? നിങ്ങൾക്ക് അറിയാം ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സ്ക്രിപ്റ്റിന്റെ പരിപാടി. ഇവര് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സ്ക്രിപ്റ്റ് എന്ന് പറയും. എന്നാ സ്ക്രിപ്റ്റാന്ന് പറഞ്ഞ അതെന്നാ പിന്നെ സിഗ്മ തന്നെ സ്ക്രിപ്റ്റ്. പക്ഷെ സ്ക്രിപ്റ്റ് ഒന്നല്ല കേട്ടോ. ആള് ഭയങ്കര ഇന്നസെന്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെ കാണുന്നത്. അതെന്താ എങ്ങനെ തോന്നാൻ കാരണം? ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ആള്. സത്യം, ഞാൻ കൈ തൊട്ടപ്പോ തന്നെ ആള് ഭയങ്കര ഷിവറിങ് ആവുന്നത്. പിന്നെ കണ്ടില്ലേ നിങ്ങൾ സ്വെറ്റിങ് ആകുന്നത്. എന്തൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നത്. ഭയങ്കര ക്യൂട്ടായിട്ട്.
ഞാൻ ക്യൂട്ടാന്ന് തോന്നുന്നില്ലേ? ഉണ്ട്, അതെല്ലാരും ഇപ്പൊ ക്യൂട്ട്, പേഴ്സണാലിറ്റി ക്യൂട്ട് അല്ലേ? പൊതുവെ എല്ലാരും ഞാൻ ക്യൂട്ടാന്ന് പറയുന്നുണ്ട്. അല്ല പിന്നെ അതേപോലെ തന്നെ എന്താ ചെയ്യുന്നേ? ഞാൻ എന്താ ചെയ്യുന്നത്, ആക്ടിങ് മോഡലിംഗ് ഫീൽഡ് ഒക്കെ തന്നെയാണ്. ഓ, അപ്പൊ മോഡലിംഗും പരിപാടിക്ക് എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നമ്മുടെ ഫിലിപ്പ് അച്ചായനാണ് എന്നെ കൂടുതൽ. അച്ചായനോ? അച്ചായനും സ്നേഹം കൊണ്ട് ഫിലിപ്പ് അച്ചായനെ. അച്ചായന്ന് വിളിച്ചവരൊക്കെ അവസാനം ഊന്നിട്ടേ ഉള്ളൂ. ഫിലിപ്പേ ഒന്നും. അപ്പൊ എന്തായി കഴിഞ്ഞാലും ലൈവിൽ ആദ്യമായിട്ട് വന്നതിൽ വലിയ സന്തോഷം. കാരണം വെച്ചാല് ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് തോന്നുന്നു അപൂർവ ആൾക്കാർക്ക് മാത്രമേ നമ്മളിവിടെ കഴിഞ്ഞതിൽ ഇതേപോലെ ഗസ്റ്റ് ഇതൊക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ വേറെ എന്തെങ്കിലും പറയാനോ ഇതെന്തെങ്കിലും ഉണ്ടാ? വേറെ ഒന്നുമില്ല പറയാനായിട്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഫിലിപ്പേ അപ്പൊ എന്താ പറയാനുള്ളത്? എന്താ സംഭവം വെച്ചാല് ഇവന് പെൺകുട്ടികളായിട്ടുള്ള ഒരു ഇടപെടൽ എനിക്കില്ല. ഒരു പ്രശ്നമാണ്. അല്ല അത് പ്രശ്നമല്ലല്ലോ, പെൺകുട്ടിയോട് ഇടപെടാത്ത അത് അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് പ്രശ്നം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു നല്ല കാര്യല്ലേ ഈ കാലത്ത്. ഐ കോണ്ടാക്ട് ചലഞ്ച് എന്ന് വെച്ചാൽ അത് അല്ല, ഐ കോണ്ടാക്ട് ചലഞ്ച് വെച്ചാൽ നമ്മൾ നോക്കുന്ന സ്ഥല അതില് കണ്ടത്തൂടെ പത്രം അല്ല അതല്ല അത് അല്ല നോക്കുന്നോണ്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല. എന്ത് LGBT എടാ എന്നെ കളിയാക്കിയ ആൾക്കാർ വിളിക്കുന്ന ഇവരെന്നെ ഇവരെന്താ പറഞ്ഞു എന്നെ പറ്റിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ആള് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ കുറച്ച് അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. അല്ല പൊതുവെ ചില ആൾക്കാർ എന്നെ പറ്റിട്ട് പല അപവാദങ്ങളും പറഞ്ഞു. ഭയങ്കര അല്ല അതൊന്നും ഉള്ളതുകൊണ്ടല്ല. ഞാൻ പൊതുവെ പണ്ട് പഠിച്ച അപ്പം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അല്ല എനിക്ക് എന്തോ നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസോ പരിപാടി ഒന്നും ഇല്ലാത്തോണ്ട് അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു ടാസ്ക് നിക്ക് അല്ല അതുകൊണ്ടല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇജിപ്പോഴൊന്നും ഇംപ്രസ് ചെയ്യിപ്പിച്ച ഒരു ആൺകുട്ടിയുടെ കഴിവ് എന്താ വെച്ചാൽ ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യിപ്പിച്ച? എടാ ഞാനങ്ങനെ നോക്കൂല, ഇംപ്രസ് ചെയ്യാനൊക്കെ പറ്റാണ്ടൊന്നുമില്ല. അല്ല ഇംപ്രസ് വെച്ചാൽ ഞാൻ അവളെ എന്താക്കുക അല്ല അങ്ങനല്ല, ഞാന് അവളോട് ഇഷ്ടാന്ന് പറയേ ഇംപ്രസ് ചെയ്യിപ്പിക്കാച്ച ഞാൻ ഇഷ്ടം ഐ ലവ് യു എന്ന് പറയേ. സിനിമയിലൊക്കെ ഉണ്ടല്ലേ ഓരോ നടന്മാരില്ലേ? നിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കില്ലേ ഇങ്ങനത്തെ പ്രശ്നമില്ല. ഇത് തൊടലു അല്ല അങ്ങനല്ല നമ്മള് നമ്മള് നോക്കി സംസാരിക്കുമ്പോ അങ്ങനത്തെ പ്രശ്നമേ ഉള്ളൂ. നമ്മക്ക് വേറെ ഇതൊന്നുമില്ല. നമുക്ക് പിന്നെ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി ഇന്നവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അല്ല സോറി ഓപ്പർച്യൂണിറ്റി അതിന്റെ അങ്ങനത്തെ നമ്മളൊരു അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സാഹചര്യം നമ്മള് പിന്നെ അങ്ങനെ ഒന്നിലും നിക്കലില്ല. അപ്പൊ എന്തായാലും ഇംപ്രസ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നെ കണ്ടപ്പോ തന്നെ ഇംപ്രസ് ആയെന്ന് പറഞ്ഞു. എന്നാ ഡാൻസ് ചെയ്തോ. എടാ നോക്ക് അല്ല ഇന്നെ വേണത് ഡാൻസ്. ഞാൻ ഒറ്റക്ക് എന്തും കളിക്കും. അല്ല ഫസ്റ്റത്തെ ലൈവ് തന്നെ ഞാൻ കളിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവര് ഐ കോണ്ടാക്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഐ കോണ്ടാക്ട് എടാ സത്യമാരും ആദ്യത്തെ ലൈവ് നിങ്ങൾക്കറിയാം വേർത്ത് കുളിച്ചിട്ടാള് തൊടാൻ തന്നെ എനിക്ക് ഡാൻസ് വെച്ചാൽ അവർ അവിടുന്ന് ഞാൻ എടുത്ത് കളിച്ചാ പോരെ. എടാ ഓവറാന്ന് പറയും, പക്ഷെ ഇത് കളിക്കേണ്ട ഞാൻ തന്നെ അല്ലേ. കപ്പിൾ ഡാൻസ് എന്തായാലും പറ്റൂലേ? കപ്പിൾ ഡാൻസ് കപ്പിൾ ഡാൻസ് എടാ ഒരു ഗസ്റ്റ് വന്നതല്ലേ ഒറ്റ ബാധ്യ വരുത്തിട്ട് നമ്മളങ്ങനെ കപ്പിൾ ഡാൻസ് കളിപ്പിക്കാൻ പറ്റൂലടാ. അത് അല്ല രഞ്ജിതോ ഓക്കെ അല്ലല്ലോ? ഓക്കെ അല്ലല്ലോ? ഇവര് വിചാരിക്കുന്ന ഇവര് കളിച്ചു കഴിഞ്ഞാൽ പലതും പറയാ. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. വാണിക്ക് കളിച്ചോ? ഫീലിങ്സാ എന്താടാ സപ്പോർട്ട്. തൊപ്പി ഹെൽപ്പ് ജാസി തൊപ്പി എന്ന് പറയുന്നവരോട് ഞാൻ കാര്യം പറയാം. ഇവന്റെ സ്ട്രീം ഇവ സ്വന്തമായിട്ട് ഇത് ചെയ്ത് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്, മനസ്സിലായി? അല്ലാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇൽമോളോ പിന്നെ അത് എന്റെ ലൈവ് പോലോ. ഇവൻ ഇത് സ്വന്തമായി ചെയ്ത് പഠിക്കണം, മനസ്സിലായി? അത് വേറെ വഴിയൊന്നുമില്ല. അതെ ചാറ്റ് കപ്പിൾ ഡാൻസ് കളിക്കാൻ പറയുന്നത്, അപ്പൊ അത് ചെയ്യുക. വേറെ വഴിയില്ല. അപ്പൊ എന്തായാലും എന്നാ പറ ഏതാ കളിക്കേണ്ടത്? എന്ത് കപ്പിൾ ഡാൻസ് കളിക്കേണ്ടത്?
എന്ത് ഡാൻസ് കളിക്കണ്ടെന്ന് പറ എന്തായി കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ എന്തായി കഴിഞ്ഞാലും എന്തും ഞാൻ ചെയ്യും. ഇനിയിപ്പോ നിങ്ങൾ ഇനി മുതൽ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും, വേറെ നിർത്തില്ല. ഓക്കെ അല്ലേ? ഇനി ഞാൻ കളിച്ചു തുടങ്ങിട്ട് പിന്നെ ഏത് ഫീലിങ്സാ? ഫീലിങ്സ് വെച്ചാൽ പുഷ്പേത്തെ പാട്ടല്ലേ? വയ്യാത്ത പട്ടി കയ്യാലെ കയറണ്ട, കയ്യെന്നോർത്തിട്ടാ ഒരു മഴ മുത്തം. ഏതാണത്? നിങ്ങൾ സെർച്ച് ചെയ്തോ. ഏത് പുഷ്പ? എന്തിനാടാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് എന്നെ തിരികെ അവസാനം നാണം കെട്ടി സ്റ്റെപ്പ് വെക്കുന്ന ആവേശാക്കുന്ന. ഓക്കെ അല്ലേ? ഇത് മറ്റേ ഫീലിങ്സ് എന്നുള്ള ഡാൻസ് ആണ്. അപ്പൊ അത് അതിന് കളിക്കണോ? അല്ല ഓക്കെ അല്ലേ? എനിക്ക് ഞാൻ ഓക്കെയാണ്. പക്ഷെ ഞാൻ എങ്ങനെ തൊടുന്ന വേണ്ടില്ല, ഇങ്ങനെയൊക്കെ ആക്കിയപ്പോ നിങ്ങൾക്ക് ഇത് കളിക്കാറ്? നിങ്ങൾ ജസ്റ്റ് കളിച്ചോ, ഞാൻ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ആക്കാം. ഇതും കൂടി കപ്പിൾ ഡാൻസ് അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണിത്? അപ്പൊ അല്ല, എനിക്ക് നമ്മളല്ലേ കളിക്കുന്നത്. അപ്പൊ നമുക്ക് പറ്റുന്നതല്ലേ കളിക്കാം. അല്ല അതുകൊണ്ടല്ലോ എടാ വേറെ എന്തും പറഞ്ഞോ ഞാൻ എന്തും ചേരും. ഒന്നും വിചാരിക്കരുത് രശ്മിക. കാരണം അല്ല സോറി, അല്ല വേറെ ഒന്നും വിചാരിക്കരുത്. കാരണം ഒന്നും ഉള്ളോണ്ടല്ല, ഞാൻ വേറെ ആരാണെങ്കിലും ഈ ഡാൻസ് എങ്ങനെങ്കിലും കളിക്കൂ. എനിക്കൊരു